ഏതെങ്കിലും മതത്തിൽപ്പെട്ടവരെ പ്രേമിക്കുന്നതിനോ അല്ലെങ്കിൽ അവർ വിവാഹം കഴിക്കുന്നതിനോ ഇതിനൊന്നും പുറമെ ആരും എതിർത്തിട്ട് കാര്യമില്ല. കാരണം മതത്തിന്റെയോ ജാതിയുടെയോ രാഷ്ട്രീയത്തിന്റെയോ പ്രദേശത്തിന്റെയോ ഒക്കെ തെറ്റുപാടുകൾക്കപ്പുറമാണ് ഒരു പക്ഷേ പ്രേമം എന്ന വികാരം വരുന്നത്. അതിനെ നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഇത്തരത്തിൽ വധു ഹിന്ദുവാണ് അല്ലെങ്കിൽ വരൻ മുസ്ലിമാണ് എന്നതുകൊണ്ട് ഒരു കേരള സ്റ്റോറി ചമയ്ക്കാനുള്ള വെപ്രാളത്തിൽ നിയമം മറന്നു, നീതി മറന്നു, സാമാന്യ മര്യാദ മറന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എതിർക്കണം. രണ്ട് വ്യക്തികൾ തമ്മിൽ വിവാഹം കഴിക്കട്ടെ. അവർ രണ്ട് മതത്തിൽപ്പെട്ടവർ പ്രേമിക്കുമ്പോൾ രണ്ട് മതത്തിൽപ്പെട്ടവരായി തന്നെ ജീവിക്കുന്നതിന് ആരും എതിരില്ല. പക്ഷെ ഇത് നിർബന്ധപൂർവ്വം പിന്നീട് മതം മാറ്റം നടക്കുന്നു, അല്ലെങ്കിൽ അവരെ മതം മാറ്റ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോകുന്നു. അത്തരത്തിൽ മതമൗലികവാദ സംഘടനകളുടെ അടിമകളായി ഇവർ മാറ്റപ്പെടുന്നു എന്നതുകൊണ്ടാണ് ലവ് ജിഹാദ് എന്ന ടേം വന്നത്. ജിഹാദ് തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ് ലവ് ജിഹാദ് എന്ന ടേം വന്നതും അതിനെതിരെ സംഘടനകൾക്കൊക്കെ നിൽക്കേണ്ടി വന്നതും ഒരുപക്ഷെ പല ഭരണകൂടങ്ങളും അതിനെപ്പറ്റി ഗൗരവത്തോടെ ചിന്തിച്ചതും ഒക്കെ ഇത് പ്രേമത്തിനെയല്ല, പ്രേമത്തിന് ശേഷം എവിടെയാണ് മതം മാറ്റത്തിന് സാങ്കത്യം. അപ്പൊ അതാണ് കേരള സ്റ്റോറിയിലും പറഞ്ഞത്. അത്തരം ബുദ്ധിമുട്ട് അത് അനുഭവിച്ചവരുടെ കഥയാണ് പറഞ്ഞത്. പക്ഷെ ആ കേരള സ്റ്റോറി പാർട്ട് 2 വന്ന സമയത്ത് ഇത് ഇങ്ങനെയൊന്നും അല്ല, കേരളം ഇതല്ല എന്നൊക്കെ തെളിയിക്കാനുള്ള ഒരു വ്യഗ്രതയിൽ അവിടെ എല്ലാം മറന്നുപോയി. ഇങ്ങനെ ഒരു വിവാഹം നടക്കുമ്പോൾ ആ രക്ഷിതാക്കളെ വിളിക്കണമായിരുന്നു. അവർ നടത്തി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ പോലീസുകാർക്ക് പ്രായപൂർത്തി മറ്റേ വിവാഹാവകാശം ഉപയോഗിച്ചുകൊണ്ട് അവർ വിവാഹം നടത്തിക്കേണ്ട ആവശ്യമുള്ളൂ. ആ രക്ഷിതാക്കളുമായി വരന്റെ കുട്ടി പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. വധുവിന്റെ കുട്ടികൾ, വധുവിന്റെ പിതാവ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അവരുമായി സംസാരിച്ചു. നമുക്കിപ്പോഴും കാരണം അവർ വിവാഹം അവരറിഞ്ഞിട്ടില്ല. ഒരു സോഷ്യൽ മീഡിയയിലാണ്, പത്രങ്ങളിലാണ് അറിഞ്ഞത് എന്ന് പറയുന്നു. അവരുമായി രണ്ട് കൂട്ടരുമായി വിളിച്ചിരുത്തി പോലീസ് സ്റ്റേഷനിൽ ഒരു മധ്യസ്ഥം പറഞ്ഞ് രക്ഷിതാക്കൾ നടത്തി കൊടുക്കില്ല, രേഖകൾ കൃത്യമാണെങ്കിൽ അതിനുശേഷം ഇത് ചർച്ച ചെയ്ത് നടത്തി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പോലീസിന് പ്രായപൂർത്തി ഒട്ടവകാശം അനുസരിച്ച് നടത്തി കൊടുക്കാം. അത് ഇങ്ങനെയാണോ നടത്തുക? സ്പെഷ്യൽ മാരേജ് ആക്ട് ഇവിടെ നിലനിൽക്കുന്നില്ലേ? വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് 30 ദിവസത്തെ നോട്ടീസ് വേണ്ട വിവാഹം നടത്താൻ. ഇത് അറിയാത്തവരാണോ പോലീസ് സ്റ്റേഷനിലുള്ളവർ? ഇത് അറിയാത്തവരാണോ ഓടി വന്ന മന്ത്രി അപ്പൂപ്പനും മറ്റുള്ളവർ? അദ്ദേഹം അപ്പൂപ്പൻ എന്നറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൂപ്പന് പേരക്കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വമില്ലേ? ഇങ്ങനെ മണ്ടി നടന്ന ആരെങ്കിലും കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുന്നയാളാണോ അപ്പൂപ്പൻ എന്ന് വിളിക്കേണ്ടത്? മന്ത്രി അപ്പൂപ്പൻ, പാർട്ടി ജനറൽ സെക്രട്ടറി, ഉത്തരവാദപ്പെട്ട MP ഇവരെ കൂടി വരുമ്പോൾ അവരൊന്നും